Hello, dear students. A very good morning. How are you all? We have started a short story, Is This Desirable? Written by Lalitambika Andarjanam. And you can see the main characters are the Nambudiri couple, NP and his wife, Papi. And we have stopped where the situation, the husband tries to slap his wife because she retorted to his words. And we can see Papi saying that all her crime is that she just read the newspaper while nursing her baby. She also criticizes that these are the reformers, community leaders. Oh God. Now let's continue with the story. ഇതുവരെ സംഭവിച്ചത് ഭാര്യയും ഭർത്താവിൻ്റെ തമ്മിലുള്ള അടിയൊക്കെ നടന്നത് ആ കഥയിലെ പ്രസൻറ്റ് സിറ്റുവേഷനായിരുന്നു. അവരുടെ ഒരു ഫ്ലാഷ് ബാക്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അവരുടെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഭാര്യയും ഭർത്താവിൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നാണ് അടുത്ത പാരാഗ്രാഫിൽ കാണാൻ പോകുന്നത്. തളിപ്പറമ്പത്ത് മന വാസ് വൺ ഓഫ് റെപ്യൂട്ട്. വളരെ പ്രശസ്തമായ ഒരു ഇല്ലമാണ് തളിപ്പറമ്പത്ത് മന. അതിൻ്റെ കുടുംബനാഥനാണ് NP. ഹി വാസ് എ യങ് സ്പോർട്ട്. വളരെ ചുറുചുറുക്കുള്ള ഒരു യുവാവായിരുന്നു. Caught in the surge of social transformation, he reformed his beloved's attire and ushered her into the space of public speaking and newspaper columns, earned fame and name. സാമൂഹ്യ മാറ്റങ്ങളുടെ ഒരു ഒഴുക്കിൽപ്പെട്ടുപോയ NP തൻ്റെ പ്രിയതമയുടെ വസ്ത്രധാരണയിൽ പരിഷ്കാരം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ പൊതുവേദികളിൽ അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ കോളംസിൽ തൻ്റെ ഭാര്യയ്ക്കൊരു ഇടം കൊടുത്തു. ഈ ഒരു പ്രവൃത്തി പേരും പ്രശസ്തിയും സമ്പാദിച്ചു കൊടുത്തു. എന്നിരുന്നാലും nonetheless, when the urge for novelty slowly subsided, he withdrew like many others, fell at the feet of repentance and purified himself. എല്ലാവർക്കും തന്നെ ഒരു പുതിയ കാര്യം ചെയ്യാൻ വളരെ താല്പര്യമുണ്ടാവാം. ആ ഒരു പുതുമ നഷ്ടപ്പെടുമ്പോൾ അതിനോടുള്ള ഒരു തിടുക്കം അല്ലെങ്കിൽ ഒരു ആഗ്രഹം കുറഞ്ഞു വരും. അതുപോലെ തന്നെയായിരുന്നു NPയുടെ കാര്യത്തിലും. ആ ഒരു പുതുമ നഷ്ടപ്പെടുമ്പോൾ ഇതിൽ നിന്നൊക്കെ പിന്മാറി നിന്നു. ഈ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനിൽ നിന്നൊക്കെ പിന്മാറി നിന്നു. പിന്നെ അയാൾ ചെയ്തത് എന്തൊക്കെയോ തെറ്റാണെന്ന് തോന്നി പശ്ചാത്താപം കൊണ്ട് അയാൾ സ്വയം ശുദ്ധി വരുത്തി. പാപ്പി വൺസ് അഗെയിൻ ബിക്കേം കൺഫൈൻഡ് ടു ഹർ ഹോം. പാപ്പി പണ്ട് സഭയിലൊക്കെ പോയി സംസാരിച്ചിരുന്ന പാപ്പി പിന്നെയും എന്തായി, വീട്ടിൻ്റെ തടവിലായി. However, the novel ideals she imbibed did not die in her. എന്നാലും പാപ്പി ഉൾക്കൊണ്ട പുതിയ ആശയങ്ങൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. That slim ray of wisdom pushed open the dark doors and lingered on winning over the darkness and lending brightness the best it could. പാപ്പി ഉൾക്കൊണ്ട ഈ ഒരു വിജ്ഞാനം എന്ന് പറയുന്നത് വളരെ നേർമയുള്ളതാണ്. സോ വലിയൊരു അന്ധതയിൽ അതിനെ വിജയിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു അന്ധതയിൽ തൻ്റെ ചെറിയ വെളിച്ചം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. She had to command over all affairs in the kitchen as well as take care of the 5 to 6 babies who were born every passing year. അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണം. അതോടൊപ്പം തന്നെ വർഷം തോറും പ്രസവിച്ച 5-6 കുഞ്ഞുങ്ങളെയും പരിപാലിക്കണം. Had to give into the desires of the lazy and pleasure loving husband. വളരെ മടിയനായ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങേണ്ടി വന്ന ഒരു ഭാര്യയായിരുന്നു NP. Above all, had to inquire into the likes and dislikes of all family members while bearing the brunt of their sharp tirades. ഇതിൻ്റെയൊക്കെ മുകളിൽ ആ കുടുംബത്തിലെ എല്ലാവരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ ശകാരങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. What was more, had to push all her desire for reform as far back as was possible. So ഇത്രയൊക്കെ ഉണ്ടായിട്ട്
ഇനി എന്താണ്, ഒരു പരിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള തൻ്റെ ഒരു ആഗ്രഹം എത്രയും പുറകോട്ട് വെക്കുന്നതാണ് നല്ലതെന്ന് എൻ പിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദിസ് വുമൻ ഹാർട്ട് ഡിഡ് നോട്ട് ഗിവ് അപ്പ്. പക്ഷേ ഇതിനെ തോറ്റുകൊടുക്കാൻ ഈ സ്ത്രീ ഹൃദയം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ബ്രിമിങ് വിത്ത് ആങ്സൈറ്റി, the reform seeker in her sprinted forward, faced backlash all these times. എൻ പി എപ്പോഴൊക്കെ പരിഷ്കാരത്തിന് വേണ്ടി മുന്നോട്ട് കുതിക്കുമ്പോഴൊക്കെ അപ്പോഴൊക്കെ അവർക്ക് തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഉള്ള പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. That piece of writing in Yogakshamam hit her hard, felt like it wounded her self-pride. Mixed feelings of loathing, reproach and hate about its author left her in a state of grief. ഇവിടെ യോഗക്ഷേമം എന്ന പത്രത്തിൽ വന്ന ഒരു ആർട്ടിക്കിളിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിൾ പാപ്പിയുടെ മനസ്സിൽ വളരെ വിഷമമുണ്ടാക്കി. അവരുടെ ആത്മാഭിമാനത്തെ ക്ഷതമേറ്റ പോലെയാണ് അവർക്ക് തോന്നിയത്. ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയ ആളോട് അറുപ്പും വെറുപ്പും ഒക്കെ എന്തൊക്കെയോ മിക്സഡ് ഫീലിങ്സാണ് ഈ ഒരു ഓഥറിനോട്, ഈ ആർട്ടിക്കിൾ എഴുതിയ ആളോട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫീലിങ്സ് അവരുടെ ഒരു വിഷാദത്തിലേക്ക് അവരെ നയിച്ചു. നൈറ്റ്, ആഫ്റ്റർ all her chores were done and when all had slept, she walked to the side of her husband. It was nearing midnight when he wound up his usual game of cards and arrived to sleep. In the midst of conversation, she gently asked, "Wonder who wrote that piece in today's newspaper?" So അന്നത്തെ രാത്രി, ഈ ഒരു ആർട്ടിക്കിൾ വായിച്ച അന്ന് രാത്രി പാപ്പി തൻ്റെ ജോലികളൊക്കെ ചെയ്തു, എല്ലാവരും ഉറങ്ങി കഴിഞ്ഞു. അവർ മെല്ലെ പതിയെ അവരുടെ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ആ ഒരു സമയം എന്ന് പറയുന്നത് അർദ്ധരാത്രിയായി. ആ ഒരു സമയത്ത് ഭർത്താവ് എന്താണ്, പുറത്തു പോയി ചീറ്റൊക്കെ കളിച്ച് പതിയെ വീട്ടിൽ വന്ന് ഉറങ്ങാൻ വേണ്ടി വരുന്ന ടൈമായിരുന്നു. സോ ഭർത്താവിനോട് സംസാരിക്കുന്ന ഇടയിൽ അവർ പതിയെ ചോദിക്കുകയാണ്, ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ആ ഒരു ആർട്ടിക്കിൾ എഴുതിയത് ആരാണോ? വളരെ ആശ്ചര്യം തോന്നുകയാണ്. ഭർത്താവ് തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്, എഴുതിയ ആളുടെ പേര് അതിൻ്റെ അടിയിലുണ്ടാവുമല്ലോ. Isn't that mentioned there? Yes, but I was still in doubt. Would you write something to that count? പേര് കണ്ടിട്ടുണ്ടായിരുന്നു. ആരാണ് ആ ആർട്ടിക്കിൾ എഴുതിയത്? തൻ്റെ സ്വന്തം ഭർത്താവായ എൻ പി തന്നെയാണ്. ബട്ട് എനിക്കിപ്പോഴും ഒരു സംശയമാണ്, നിങ്ങൾ തന്നെയാണോ ഇത്രയും താണിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എഴുതിയത്? നിങ്ങൾ തന്നെയാണോ? ഐ വാസ് ഡൗട്ട്ഫുൾ. വൈ നോട്ട്? isn't what is mentioned there true? അതിൽ പറഞ്ഞതൊക്കെ ശരിയല്ലേ? അപ്പോൾ പാപ്പി തിരിച്ചു പറയാൻ, മേ ബി ഇനീഷ്യലി യെസ്, തുടക്കത്തിലൊക്കെ ഞാൻ സമ്മതിക്കാം. ബട്ട് ടു downrightly abuse അന്തർജനംസ് as incapable of speaking unless men scripted their speeches for them to memorize. പാപ്പി പറയുകയാണ്, തുടക്കത്തിൽ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എന്താണ് അവരെ മുഴുവനെ അങ്ങ് ആക്ഷേപിക്കുന്നത്? അന്തർജനങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? നമ്പൂതിരി സ്ത്രീകൾ, വീട്ടിൻ്റെ ഉള്ളിൽ വസിക്കുന്ന നമ്പൂതിരി സ്ത്രീകളെയാണ് അന്തർജനം എന്ന് അന്നത്തെ കാലത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ അന്തർജനങ്ങൾക്ക് തീരെ കഴിവില്ലാതെ അവർ സംസാരിക്കുന്നതൊക്കെ അവിടെയുള്ള പുരുഷന്മാർ എഴുതി സ്ക്രിപ്റ്റ് ചെയ്ത സ്പീച്ചസ് അവർ മനഃപ്പാഠമാക്കി പറയുന്നതല്ലേ, അല്ലാതെ അവർക്ക് യാതൊരു കഴിവില്ല എന്ന് ആ ഒരു ആർട്ടിക്കിളിൽ എൻ പി എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു എഴുതിയത് ശരിയല്ല എന്നാണ് ഇവിടെ പാപ്പി തിരിച്ച് ഭർത്താവിനോട് പറയുന്നത്. അബ്യൂസ്, ഓ വാട്ട് ഇഫ് ദർ ഈസ് അബ്യൂസ്? എൻ പി സ്മൈൽഡ്. Must have been my penalty that I was not given coffee in the afternoon. I know men are to blame for this. We uplifted you. You soared up to the skies. But if we drop you to the ground, will be the story. This will be the story. Beware. എൻ പി ചിരിച്ചുകൊണ്ട് മറുപടി പറയുകയാണ്,
ആക്ഷേപിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന രീതിയിലാണ് NP സംസാരിക്കുന്നത്. തൻ്റെ ഉച്ച സമയത്തുള്ള കോഫി കിട്ടാത്തതിൻ്റെ പേരിലുള്ള പെനാൽറ്റിയായിട്ട് കരുതാൻ വേണ്ടി പറയുകയാണ്. അതുപോലെ തന്നെ പുരുഷന്മാരാണ് കുറ്റപ്പെടുത്തേണ്ടത്. അവരാണ് സ്ത്രീകളെ വാനോളം ഉയർത്തിയത്. പക്ഷേ പുരുഷന്മാർ സ്ത്രീകളെ നിലത്തിട്ട് താഴ്ത്തിയാൽ ഇതായിരിക്കും കഥ. സോ സൂക്ഷിച്ചോളൂ എന്ന് അവരുടെ ഭാര്യയ്ക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. I stay cautious. Papi too smiled. Don't be angered when I speak the truth. You elevated us, you say. Who raised you? Who memorizes already composed speeches by rote and copies what the Asan has authored? How many young leaders are making a name out of this? Now, this writing itself is in fact. പാപ്പി ചിരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. താൻ സൂക്ഷിച്ചും കണ്ടു തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ താൻ പറയുന്ന സത്യങ്ങൾ കേട്ട് ദേഷ്യം പിടിക്കാൻ പാടില്ല എന്ന് ഭർത്താവിനോട് പറയുകയാണ്. പുരുഷന്മാർ സ്ത്രീകളെ ഉയർത്തിയത് ശരി തന്നെ, പക്ഷെ നിങ്ങളെ ആരാണ് ഉയർത്തിയത്? ആരാണ് ആശാന്മാർ എഴുതിയ പബ്ലിക് സ്പീച്ചൊക്കെ മനഃപ്പാഠമുണ്ടാക്കിയത് പൊതുവേദിയിൽ സംസാരിക്കുന്നത്? നിങ്ങളെപ്പോലത്തെ ഒരുപാട് യങ് ലീഡേഴ്സാണ് ഇതിലൂടെ പേര് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് എഴുതിയ ഈ ഒരു ആർട്ടിക്കിൾ ശരിക്കും നിങ്ങൾ തന്നെയാണോ എഴുതിയത്? ഇത് പൂർത്തീകരിക്കുന്നതിന് മുന്നേ, പാപ്പി ഇത് പറയുന്നതിന് മുന്നേ ഭർത്താവ് ഇടപെടുകയാണ്. ക്വൈറ്റ്, ദ ഹസ്ബൻഡ് സ്ക്രീംഡ്, അലരുകയാണ് ഇവിടെ. ഈസ് ഇറ്റ് ദാറ്റ് ഐ ആം ഇൻകേപ്പബിൾ ഓഫ് റൈറ്റിംഗ്? നീ എന്താണ് പറയുന്നത്? എനിക്ക് എഴുതാനുള്ള കഴിവില്ലേ എന്ന് ഭർത്താവ് തിരിച്ച് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. ദിസ് വൈഫ് വാസ് നോട്ട് വൺ ടു ബി ക്വൈറ്റൻഡ് ദസ്. ഭർത്താവിൻ്റെ ദേഷ്യം കണ്ട് അടങ്ങി നിൽക്കുന്ന ഒരു ഭാര്യയല്ല പാപ്പി. ഷീ ടാക്റ്റ്ഫുള്ളി കണ്ടിന്യൂഡ്. I did not say that. Maybe you would speak and write often, but unless your friends gather around. പാപ്പി തന്ത്രപരമായി സംസാരിക്കുകയാണ്. താൻ എന്താണ് ഭർത്താവിന് എഴുതാനുള്ള കഴിവില്ല എന്നല്ല പറയുന്നത്, പക്ഷേ നിങ്ങൾ കൂടുതലും എഴുതുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതും എപ്പോഴാണ്? ഫ്രണ്ട്സിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ്. ഭർത്താവ് NP തിരിച്ചെന്താണ് പറയുന്നത്? ഐ മൈറ്റ് ഹാവ് ആസ്ക്ഡ് സമ്മൺ ടു റൈറ്റ് വെൻ ഐ വാസ് ബിസി, നെവർ അതർവൈസ്. ഞാൻ ബിസി ആവുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരോട് ഞാൻ എഴുതാൻ പറയാറുണ്ട്, പക്ഷേ അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എഴുതുന്നത്. യെസ്, ദാറ്റ് ഈസ് ഓൾ ഐ സെറ്റ്. പാപ്പി തിരിച്ച് പറയണം, ഇതൊക്കെയാണ് ഞാനും തന്നെ പറയുന്നത്. ഹൗ മെനി ചോസ് അവൈഡ് ദ അതേമാർ, സോ സമ്മൺ എൽസ് മേ ഹാവ് റിട്ടൺ ഫോർ ദം ടു സം ടൈം. If you downrightly allege that they are not capable of writing, there might be someone out there to lay down their spatula and pick up the pen to respond. പാപ്പി എന്താണ് പറയുന്നത്? അതുപോലെ തന്നെ അത്തേമാർ എന്ന് പറഞ്ഞാൽ നാത്തൂന്മാർ അല്ലേ? ഇല്ലത്തിൽ താമസിക്കുന്ന കുറേ സ്ത്രീകൾക്ക് എന്താണ് ഒരുപാട് ജോലികളുണ്ടാവും. അവരെ ജോലികൾ ഇടയിൽ ഈ ഒരു എഴുത്തും സംസാരവും ഒന്നും നടക്കൂല. സോ അതുകൊണ്ട് മറ്റുള്ളവർ എഴുതി കൊടുത്തിട്ടുണ്ടാവാം. അതിന് നിങ്ങളെന്താണ് മുഴുവനെ അവർക്ക് തീരെ കഴിവില്ല എഴുതാനും അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവില്ല എന്ന് പറയുന്നത് ശരിയല്ല. ചിലപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും വേറൊരു അന്തർജനം എന്താണ് അവരുടെ ചട്ടുകം, സ്പാറ്റുല മീൻസ് ചട്ടുകം താഴ്ത്തി വെച്ച് പെണ്ണെടുത്ത് അവർക്ക് വേണ്ടി റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കും. ഓ യു ഹൂ കനോട്ട് ലിഫ്റ്റ് എ ബ്ലേഡ് ഓഫ് ഗ്രാസ് പിക്കിംഗ് അപ്പ് ദ പെൻ. Some men writing like I do may go ahead penning under female names. Don't you gloat over that? ഒരു പുല്ല് പോലും എടുക്കാൻ കഴിവില്ലാത്ത നിങ്ങളാണോ പേനെടുക്കാൻ പോകുന്നത്? ചിലപ്പോൾ എന്നെപ്പോലെ എഴുതുന്ന ചില പുരുഷന്മാർ സ്ത്രീകളുടെ തൂലികാനാമത്തിൽ എഴുതാം. അതിൻ്റെ പേരിൽ നിങ്ങൾ അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. സോ ഭാര്യ തിരിച്ച് പറയുകയാണ്, നോ ഐഡിയ, ലെറ്റ് us see, it's getting late, let's catch some sleep. A giggle stayed suppressed inside her. അവരുടെ ഉള്ളിൽ ഒരു ചിരി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. The scene became calm. Everything lay silent in the darkness of midnight. എല്ലാം അവിടെ സൈലൻ്റ് ആയിട്ടുണ്ടായിരുന്നു. രാത്രി വളരെ അർദ്ധരാത്രി സൗണ്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. Only heavy snores emanating from here and there inside the house to be heard.
ആകെ അവിടുന്ന് ഇവിടുന്നും വരുന്ന കൂർക്കം വിളി മാത്രമേ കേൾക്കാനുള്ളൂ. പാപ്പി സ്ലോലി റോസ് and went to her husband's side. He was deep in sleep. നല്ല ആഴത്തിലുള്ള ഉറക്കിലായിരുന്നു പാപ്പിയുടെ ഭർത്താവ്. She gently drew paper and a pen from the table and stepped into the room on the side. Pulling up the wick means തിരി, of the lamp, she began writing furiously. കോപത്തോടെ, വളരെ ദേഷ്യത്തോടെ ഒരു പെന്നും പേപ്പറും എഴുതാൻ തുടങ്ങുകയാണ് പാപ്പി. എന്താണ് എഴുതിയത് എന്നുള്ളത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. I hope you understand. If you have any doubts, you can ask me. Have a nice day, children. Thank you.